മകര ജ്യോതി ദർശനത്തിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. ഉച്ചയ്ക്ക് 3:08 ഇന്ന് മകരസംക്രമ പൂജ നടക്കുക. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. പിന്നെ മകരജ്യോതി ഭക്തരെല്ലാം കാത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ശബരിമല സന്നിധാനത്ത് നിന്ന്. ശ്രീജിത്ത്, ഭക്ത ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ദിവസമാണിന്ന്. ഇന്ന് വൈകുന്നേരം വരെ അവർ പ്രാർത്ഥനയോടെ ഓരോ ചടങ്ങുകളായി കഴിയാൻ കാത്തിരിക്കുകയാണ്. തിരക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയൊക്കെയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്? എപ്പോൾ തൊട്ടാണ് പൂർണ്ണമായൊരു നിയന്ത്രണം നിലവിൽ വരിക? ഏതാണ്ടൊരു 11 മണി മുതൽ വലിയ നിയന്ത്രണത്തിലേക്ക് ശബരിമല സന്നിധാനം പോകും. പ്രത്യേകിച്ച് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടാത്ത നിലയിലുള്ള നിയന്ത്രണത്തിലേക്ക് പോകും. ഇതിനകം തന്നെ ഇങ്ങോട്ട് ആളുകൾക്ക് എത്താൻ കഴിയാത്ത നിലയിൽ ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ശ്രീജ സന്നിധാനത്തുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ 18-ാം പടി കയറി ഇപ്പോഴും ഭക്തർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. ഇന്ന് ഏതാണ്ട് 30,000 പേർക്ക് ആണ് ദർശനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെയും ഏതാണ്ട് 40,000 പേരിലേക്ക് ദർശനം ചുരുക്കിയെങ്കിലും 1,15,000-ഓളം ഭക്തജനങ്ങളാണ് ഇന്നലെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. അതായത് ഇതിനകം തന്നെ മിനിയാന്നും അതിൻ്റെ തലേദിവസവും ഒക്കെ ഇവിടെ എത്തിയ ഭക്തർ ഇപ്പോഴും തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല ക്ഷേത്രമാകട്ടെ മനോഹരമായി ഒരുക്കി, പൂക്കൾ കൊണ്ടും കുരുത്തോലകൾ കൊണ്ടുമൊക്കെ ഒരുക്കി. ഇന്നൊരു പ്രത്യേക കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിന് എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്തെ പുലിവാഹനായ അയ്യപ്പൻ്റെ അടക്കം ഈ എന്താ പറയുക ശില്പങ്ങൾ അല്ലെങ്കിൽ ഈ കുരുത്തോല കൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തും വലിയ തിരക്ക്, ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ശബരിമല സന്നിധാനം മാത്രമല്ല, മറ്റ് പല വ്യൂ പോയിന്റുകളുണ്ട്. പുല്ലുമേടും തൊട്ടിപ്പുറത്ത് പമ്പ ഹിൽ ടോപ്പും ഒക്കെ ഉണ്ട്. അനുമോദ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള കാത്തിരിപ്പാണ്. 2-3 ദിവസത്തിലധികമായി ഭക്തർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് സുരക്ഷിതമായ ഒരു എന്താ പറയുക ദർശനം ഒരുക്കുക, മകരജ്യോതി ദർശനം ഒരുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ വെല്ലുവിളി. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട് അല്ലേ? സുഹൃത്തെ, നമുക്ക് സാധാരണഗതിയിൽ ഈ പാണ്ടിത്താവളത്തിലും BSNLന്റെ പരിസരത്തും മാധ്യമങ്ങളുടെ ദർശൻ കോംപ്ലക്സിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ ആണെങ്കിൽ ഇത്തവണ ഇൻസിനേറ്ററിൻ്റെ പുറകുവശത്ത് 4 ഏക്കർ ഭൂമി കൂടി അവിടെ വനംവകുപ്പിൽ നിന്നും ദേവസ്വത്തിനുണ്ട്. അവിടെ കൂടി ഈ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിന് പുറമെ ശരംകുത്തിയിലും ചില മേഖലയിൽ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിന് പുറമെ പമ്പ ഹിൽ ടോപ്പിലെ വാഹന പാർക്കിംഗ് ഒക്കെ 2 ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 ദിവസമായിട്ട് ഇവിടെ തമ്പടിക്കുന്ന ആളുകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും ആളുകൾ മുണ്ട് കൊണ്ട് ഷെഡ് പോലെ കെട്ടിയിട്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാസ്റ്റിക് വിരിച്ച് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ മുൻപൊക്കെ ഇവിടെ പാചകം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ അതിനുള്ള അനുവാദമില്ല. പകരം ഭക്ഷണം ദേവസ്വം ബോർഡ് കൊടുക്കുന്നു. പക്ഷേ ഇന്നത്തെ ഈ തിരക്കിലൊക്കെ എത്ര പേർക്ക് ഭക്ഷണം കിട്ടും, എത്ര പേർക്ക് വെള്ളം കിട്ടുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും തിരക്കാണ്. നമ്മളിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരാൻ തന്നെ ഒരു 20 മിനിറ്റിന് മുകളിൽ സമയമെടുക്കുന്നു. അത്രമാത്രം വലിയ തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇനിയുള്ള മണിക്കൂറിൽ തിരക്ക് കൂടും. കാരണം 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവർ ഈ പകുതി വഴി എത്തിയവരൊക്കെ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷത്തോളം തീർത്ഥാടകരെ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലേറ്റവും പ്രധാനം വൈകുന്നേരത്തെ ആ ഒരു 3 മണിക്കൂർ സമയമാണ്. അതായത് 4 മണിക്ക് ശേഷം ഇവിടെ മറ്റെവിടേക്കും പോകാൻ കഴിയില്ല. 3 മണിക്കാണ് മകരസംക്രമ പൂജയ്ക്ക് നട തുറക്കുക. 3:08 മകരസംക്രമ പൂജ ഉള്ളത്. കഴുകി വൃത്തിയാക്കുന്നുണ്ട്, ക്ഷേത്രം കഴുകി വൃത്തിയാക്കുന്നത്. ഇതിൽ ഏറ്റവും ഭംഗിയായി തോന്നിയത് ഇപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ആ കുരുത്തോല കൊണ്ടുള്ള ആ ഒരു അലങ്കാരങ്ങൾ ഈ കൃത്രിമ പൂക്കളൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ടുള്ള അല്ലേ പ്രകൃതിദത്തമായിട്ടുള്ളത് മാത്രമാണ് ഇത്തവണ അലങ്കരിച്ചിട്ടുള്ളത്. കുരുത്തോല കൊണ്ട് മാത്രവും അതേപോലെ പൂക്കളും മാത്രമാണ് ഇത്തവണ അലങ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത്. നടക്കുന്നത് നല്ല തിരക്കുണ്ട്. ഉച്ചയ്ക്ക് 2:58 ഈ 1 മണിക്ക് നട അടച്ച ശേഷം തുറക്കുക. 3:08 മകരസംക്രമ പൂജ. അതായത് സൂര്യൻ ഉത്തരായന കാലത്തിലേക്ക് കടക്കുന്നതിൻ്റെ
സമയമാണെന്നാണ് ഈ സംക്രമ പൂജയുടെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സൂര്യൻ ഇനി മുതൽ ഉത്തരായനകാലം എല്ലാത്തിനും ഉത്തമമായ കാലമെന്നാണ് വിശേഷിപ്പിക്കുക. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉത്തമമായതാണ് ഉത്തരായനകാലം. വിശ്വപിതാമഹനൊക്കെ ശരശയ്യയിൽ നിന്ന് ദക്ഷിണായനകാലം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെയാണല്ലോ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ ഒരു കാലമാണ് ഉത്തരായനകാലം. അപ്പോൾ അതിൻ്റെ ഒരു സംക്രമം, മകരസംക്രമം ആ ദിവസം ഇന്ന് 3/8 ജ്യോതിഷികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അയ്യന് കവടിയാറിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് കൊണ്ടുള്ള അഭിഷേകം, പ്രത്യേക അഭിഷേകമാണ്. അതിനുശേഷം പിന്നീട് കാത്തിരിക്കുന്നത് തിരുവാഭരണത്തിൻ്റെ വരവിനാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തും അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ ഒരു തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ നിലയ്ക്കൽ നിന്ന് പുറപ്പെടും. പിന്നീട് അട്ടത്തോട് വഴി വലിയാനവട്ടത്തെത്തി അവിടെ നിന്നാണ് പമ്പയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് അതൊരു 11 മണി സമയത്തോടു കൂടി ഏതാണ്ട് പമ്പയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക്, അതായത് സന്നിധാനത്തേക്ക് പതുക്കെ പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ടാണ് 11 മണി മുതൽ ഒരു നിയന്ത്രണം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാനനപാത വഴിയുള്ള കഴിഞ്ഞ 3 ദിവസമായുള്ള 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. അത് കാൽനടയായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലായിരുന്നു വിശ്രമം ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ രാത്രി ലാഹ സത്രത്തിലായിരുന്നു. അങ്ങനെ ഓരോ ഇടത്തും എത്തി തങ്ങിയ ശേഷമാണ് പരിപൂർണമായും, അതാണ് തങ്കേങ്കി ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയും തമ്മിലുള്ളൊരു വ്യത്യാസം. പരിപൂർണമായും കാൽനടയായി എത്തുന്നു, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയൊക്കെ എത്തുന്നു എന്നുള്ളതാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു പ്രത്യേകത. അതും ഭക്തി നിർഭരമാണ്. ഇങ്ങോട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി വന്നൊരു യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്രയുടേത്. അതങ്ങനെ രാവിലെ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി ശരംകുത്തിയിൽ എത്തുന്നതോടുകൂടി ശബരിമലയിൽ പുതിയൊരു ഭക്തിയുടെ ആവേശത്തിലേക്ക് ഈ സന്നിധാനം മാറും എന്നുള്ളതാണ് പ്രത്യേകത. തുടർന്ന് ഒരു ചരിത്രം കൂടി വളരെ വിശേഷപ്പെട്ടതാണല്ലോ അല്ലേ? പന്തളം രാജാവിന് മണികണ്ഠനെ രാജാവായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു ദിവസം രാജകുമാരൻ്റെ വേഷഭൂഷാദികളോടെ അയ്യപ്പൻ ഈ വിഗ്രഹത്തിൽ ചാർത്തുന്നു ആടയാഭരണങ്ങൾ എന്നാണ് സങ്കല്പം. മുഖക്കാപ്പായിക്കോട്ടെ, മോതിരമാവട്ടെ, മാലകളാവട്ടെ, ഇതൊക്കെ രാജകുമാരൻ്റെ ആ ഒരു വേഷവിധാനങ്ങളിലാണ് അയ്യപ്പൻ ഈ ദിവസം ഉണ്ടാവുക. എന്താണെങ്കിലും 3 പെട്ടികളാണ് അല്ലേ തിരുവാഭരണത്തിൽ? എങ്ങനെയാണ്? അതായത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക, അതായത് 18-ാം പടി ചവിട്ടി എത്തുക, ഈ മുഖക്കാപ്പ് ഉൾപ്പെടുന്ന ഒരു പെട്ടി മാത്രമായിരിക്കും. മറ്റ് 2 പെട്ടികൾ കലശം. ഇനിയുള്ള ഈ തിരുവാഭരണ ഇന്നത്തെ മകര വിളക്ക് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഉത്സവം നടക്കുന്ന പ്രധാന കേന്ദ്രം അത് മാളികപ്പുറമാണ്. അവിടെയാണ് കലശം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുക. അതിനുവേണ്ടിയുള്ള കലശപ്പെട്ടി അടങ്ങുന്നതാണ് 2ാമത്തെ പെട്ടി. നീളമുള്ള പെട്ടിയാണ് ഏറ്റവും പുറകിൽ വരുന്നത്. അത് കൊടിപ്പെട്ടി എന്നാണ് അറിയപ്പെടുക. അതും മാളികപ്പുറത്തേക്കാണ് കൊണ്ടുപോവുക. എന്തായാലും വൈകുന്നേരം ഏതാണ്ട് 5:30 കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഉത്സവാന്തരീക്ഷം കുറച്ചുകൂടി ഭക്തിയുടെ ആവേശത്തിലേക്ക് മാറും എന്ന് ഉറപ്പാണ്. ഏതാണ്ട് 6:15 വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് 6:30 18-ാം പടി ചവിട്ടുന്നു. വളരെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ 18-ാം പടി കഴിഞ്ഞ് കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിക്കും. മന്ത്രി BN വാസവൻ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. അതിനുശേഷം തിരുനടയിലേക്ക് കൊണ്ടുപോകുന്നു, തിരുവാഭരണം ചാർത്തുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ ദീപാരാധന. തുടർന്നാണ് ഭക്തലക്ഷങ്ങൾ ഈ മുക്കിലും മൂലയിലും എല്ലാം കാത്തിരിക്കുകയാണ് ഭക്തർ. അവർ കാത്തിരിക്കുന്ന ആ നിമിഷം തൊട്ട് പിന്നാലെ എത്തും. ശ്രീജ. ശരി, ജി ശ്രീജിത്തും ഒപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഭക്ത സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിനായി. അവരുടെ 1 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് ശബരിമലയിലെത്തി മകര വിളക്ക് കണ്ട് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ കണ്ട് അതിനുശേഷം മകരജ്യോതിയും ദർശിച്ച് മടങ്ങാനായി എത്രയോ ദിവസങ്ങളായി കാത്തിരുന്ന് അവിടെ എത്തിയ ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. നിയന്ത്രണങ്ങളെല്ലാം കർശനമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.